നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ദിസ് ഈസ് ബിഗ് ബ്ലോ ഫോർ ബ്രസീൽ. വേൾഡ് കപ്പിന് അവരുടെ സൂപ്പർ താരം എസ്റ്റവായോ കളിച്ചേക്കില്ല. ഏതാണ്ട് 80% മുകളിൽ സാധ്യതയും അതാണ്. അദ്ദേഹത്തിൻ്റെ ഹാംസ്ട്രിങ്ങിന് വലിയ സീരിയസ് ഇഞ്ചുറി തന്നെ സംഭവിച്ചിരിക്കുന്നു. സർജറി വേണം എന്നുള്ളതാണ് ഇപ്പോൾ ഇമ്മീഡിയറ്റ് സർജറിയാണ് ചെൽസിയുടെ മെഡിക്കൽ ടീം പറയുന്നത്. അതേസമയം താരം ബ്രസീലിൽ പോയിട്ട് ട്രീറ്റ്മെൻറ്റ് നടത്താം, സർജറി ഒഴിവാക്കാൻ കഴിയുമോ എന്നുള്ളതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ചെൽസി അതിന് സമ്മതിക്കുമോ എന്നുള്ളത് കണ്ടറിയണം. ഏതായാലും ഇപ്പോൾ ബ്രസീൽ മാധ്യമം ഗ്ലോബോ വളരെ ഇമ്പോർട്ടൻസോടുകൂടി ഒരു വാർത്ത കൊടുക്കുന്നുണ്ട്. അതിലവർ പറയുന്നത് എസ്റ്റവായോ വേൾഡ് കപ്പ് മിസ് ചെയ്യും എന്നുള്ളൊരു റിസ്കിലാണ് ഇപ്പോഴുള്ളത്. പുതിയ ടെസ്റ്റുകൾ കാണിക്കുന്നത് അദ്ദേഹത്തിന് ഇപ്പോൾ റൈറ്റ് തൈയിൽ സീരിയസ് ഇഞ്ചുറി ഉണ്ട് എന്ന് തന്നെയാണ്. അദ്ദേഹം ബ്രസീലിലേക്ക് റിക്കവറിക്ക് വേണ്ടി പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അത് മാത്രമാണ് വേൾഡ് കപ്പ് കളിക്കാനുള്ള ഏക സാധ്യത അവശേഷിപ്പിക്കുന്ന കാര്യം. ഇപ്പോഴത്തെ ടെസ്റ്റ് കൃത്യമായിട്ട് കാണിക്കുന്നത് നിയർ ടോട്ടൽ റപ്ചർ ഓഫ് ദി ഹാംസ്ട്രിങ് മസിൽ ഇൻ ഇസ് റൈറ്റ് തൈ എന്നാണ്. സോ ടോട്ടൽ റപ്ചർ സംഭവിച്ചിരിക്കുന്നു എന്ന് പറയും. നിയർ ടോട്ടൽ റപ്ചർ ഏതാണ്ട് പൂർണ്ണമായിട്ടും സംഭവിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ റിക്കവറിക്ക് സമയമെടുക്കും. ചെൽസി ഇനീഷ്യലി സജസ്റ്റഡ് ദാറ്റ് എസ്റ്റവായോ അണ്ടർഗോ സർജറി ഇമ്മീഡിയറ്റ്ലി. പക്ഷേ അത് ചെയ്യുകയാണെങ്കിൽ, അതായത് സർജറി ചെയ്യുകയാണെങ്കിൽ വേൾഡ് കപ്പിന് അദ്ദേഹം എന്തായാലും റിക്കവർ ആവില്ല, പുറത്താവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അറ്റ് ദി മൊമെൻറ്റ് എസ്റ്റവായോ ചെൽസി മാനേജ്മെൻറ്റുമായിട്ട് നെഗോസിയേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ റിലീസ് ചെയ്യണം. ബ്രസീലിൽ പോയിട്ട് കൺസർവേറ്റീവ് ട്രീറ്റ്മെൻറ്റ് നടത്താം എന്ന് പറഞ്ഞാൽ നോൺ സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് നടത്താം. ഇംഗ്ലീഷ് ക്ലബ്ബുമായിട്ട് കോൺസ്റ്റൻറ്റ് കോൺടാക്റ്റ് നടത്തി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം എന്നാണ് അദ്ദേഹം പറയുന്നത്. CBFും അത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. പക്ഷേ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട്. ഈ ഒരു റിക്കവറി പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ടാണ്. പക്ഷേ ഇറ്റ് വുഡ് ബി ഹീസ് ഓൺലി ഹോപ്പ് ഓഫ് റിക്കവറിങ് ഇൻ ടൈം. വേൾഡ് കപ്പിന് അദ്ദേഹത്തിന് എന്തെങ്കിലും സാധ്യത അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ സർജറിക്ക് പോവാതിരിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഏതായാലും തീർച്ചയായിട്ടും ഇത് ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം കോച്ച് വലിയ പ്രാധാന്യത്തോടു കൂടി കണ്ടിരുന്ന താരമാണ് എസ്റ്റവായോ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൻ്റെ എത്താം.